ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണി തറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡനം. എങ്കിലും അവിടത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ കുമാരന്റെ തിരുമുറിവുകളെ ഞങ്ങളുടെ ഹൃദയത്തെ അലിപ്പിച്ചുറപ്പിക്കണമേ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കർത്താവിൻ്റെ സഹനത്തിൻ്റെ അടയാളങ്ങൾ ശരീരത്തിൽ സ്വീകരിച്ചവരെക്കുറിച്ചും അവരുടെ മുറിവുകളുടെ പ്രത്യേകതകളെക്കുറിച്ചും നമ്മൾ വിചിന്തനം ചെയ്യുകയായിരുന്നു. ഇന്ന് ഈ വിശുദ്ധരുടെ പ്രത്യേകതകളെക്കുറിച്ചും ഇവരുടെ മനോഭാവത്തെക്കുറിച്ചും ഇവരുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി മനസ്സിലാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പഞ്ചക്ഷതധാരികളെക്കുറിച്ച് സഭയുടെ പ്രതികരണം എന്ത് എന്ന് പലരും ചോദിക്കാറുണ്ട്. സഭ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ഇപ്രകാരമുള്ള പ്രതിഭാസങ്ങൾ കാണുകയും വിലയിരുത്തുകയും ചെയ്യാറുള്ളൂ. തെറ്റുകളോ പാളിച്ചകളോ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ സൂക്ഷ്മമായ പഠനവും പരീക്ഷണവും വൈദ്യശാസ്ത്ര പരിശോധനയുമൊക്കെ നടത്തുന്നത്. 12-ാം നൂറ്റാണ്ടോടുകൂടിയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പഞ്ചക്ഷത അനുഭവത്തോടു കൂടിയാണ് സഭ പഞ്ചക്ഷതങ്ങളെ കൂടുതലായിട്ട് പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്തത്. ഒരു വ്യക്തിയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടായ എല്ലാ ദൈവിക അനുഭവങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഈ പഞ്ചക്ഷത അനുഭവവും അതിനെക്കുറിച്ച് പഠിക്കുകയും സഭ കണക്കിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തെറ്റ് പറ്റാതിരിക്കുന്നതിന് വേണ്ടി വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടിയാണ് സഭ എക്കാലവും ഈ പ്രതിഭാസത്തെ കാണുന്നത്. പഞ്ചക്ഷതധാരികളെക്കുറിച്ച് ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി പഠനം നടത്തിയതിന് ശേഷം മാത്രമേ സഭ ഒരു നിലപാട് കൈക്കൊള്ളുകയുള്ളൂ. അംഗീകരിക്കപ്പെട്ട എല്ലാ പഞ്ചക്ഷതധാരികൾക്കും അവരുടെ ആത്മീയ വളർച്ചയിൽ വെളിച്ചവും ദിശാബോധവും പകർന്നുകൊണ്ട് ഒരു ആത്മീയ ഗുരുവിൻ്റെ സാന്നിധ്യം സഭ നിഷ്കർഷിച്ചിട്ടുണ്ട്. നാളുകൾ നീണ്ടു നിൽക്കുന്ന നിരീക്ഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഇവർ വിധേയരാകും. ഇത്തരം നിരീക്ഷണത്തിലൂടെ യഥാർത്ഥമല്ലാത്ത സംഭവങ്ങൾ കണ്ടുപിടിക്കുകയും അത് സഭ വെളിച്ചത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ ഈ മേഖലയിൽ തെറ്റായ മുതലെടുപ്പുകൾ നടക്കാതിരിക്കുന്നതിന് വളരെ അവധാനപൂർവം സഭ ഈ വിഷയങ്ങൾ പഠനവിധേയമാക്കുക പതിവാണ്. ഈ കാലയളവിൽ ഇവർക്ക് പൊതുജനത്തിനു മുൻപിൽ പഞ്ചക്ഷതങ്ങൾ പ്രദർശിപ്പിക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. വിശുദ്ധ പാദ്രെ പിയോ പോലും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾക്ക് വിധേയനായിട്ടുണ്ട്. പഞ്ചക്ഷതധാരികളെക്കുറിച്ച് പഠിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അവരുടെ അഗാധമായ എളിമ. 2, സഹനത്തോടുള്ള അവരുടെ സമീപനം. 3, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി സഹനമേറ്റെടുക്കുവാനും അത് ഈശോയുടെ കുരിശിനോട് ചേർത്ത് കാഴ്ചവെച്ച് അനേകം ആത്മാക്കളെ
ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കുവാനായിട്ടുള്ള വലിയ പ്രേക്ഷിത ദാഹം. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പഞ്ചക്ഷതധാരിയായ വിശുദ്ധയാണ് വിശുദ്ധ ജമ്മ ഗൽഗാനി. 25 വർഷമാണ് ഈ വിശുദ്ധ ജീവിച്ചത്. തൻ്റെ 21-ാമത്തെ വയസ്സിലാണ് വിശുദ്ധയ്ക്ക് പഞ്ചക്ഷത അനുഭവം ഉണ്ടാകുന്നത്. ഈ അനുഭവത്തെക്കുറിച്ച് വിശുദ്ധ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനൊരു വർഷം മുമ്പ് തിരുഹൃദയത്തോടുള്ള നൊവേനയും പ്രാർത്ഥനയും പ്രത്യേകമായി വിശുദ്ധ പ്രാർത്ഥിച്ചിരുന്നു. തൻ്റെ 21-ാമത്തെ വയസ്സിൽ ഈശോ പ്രത്യക്ഷപ്പെട്ട ഇപ്രകാരം വിശുദ്ധയോട് പറഞ്ഞു, ഇന്ന് ഞാൻ പ്രത്യേകം അനുഗ്രഹം നിനക്ക് തരും. നിന്നെ ഞാൻ കാൽവരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അന്നത്തെ ദിവസം വിശുദ്ധ ശക്തമായിട്ട് ഒരുങ്ങി സന്ധ്യയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. അമ്മയുടെ വസ്ത്രാഞ്ചലം കൊണ്ട് ആ വിശുദ്ധയെ പൊതിഞ്ഞു, തലയിൽ ചുംബിച്ചു. മോളെ, ദൈവം തൻ്റെ രക്ഷാകര സഹനത്തിൽ മോളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുകയാണ് എന്ന് പറയുകയും ചെയ്തു. പിന്നീട് 5 തിരുമുറിവുകൾ ആ വിശുദ്ധയുടെ ശരീരത്ത് പ്രകടമായി. കർത്താവിനുള്ള സ്നേഹത്തെ പ്രതിയും പാപികളോടുള്ള മാനസാന്തരത്തിനായും തൻ്റെ ശരീരത്തിലെ ആഴത്തിലുള്ള മുറിവിൻ്റെ വേദന വിശുദ്ധ അനുദിനം സമർപ്പിച്ചുകൊണ്ടിരുന്നു. ധാരാളം പാപികളുടെ മാനസാന്തരവും വിശുദ്ധയുടെ ജീവിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ട വേദന ഈശോയുടെ കാൽവരി വേദനയോട് ചേർത്ത് വെച്ച് അത് രക്ഷാകര സഹനമാക്കി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി വിശുദ്ധ സമർപ്പിച്ചു. തൻ്റെ ജീവിതത്തിൽ ഈ സഹനത്തിലൂടെ അനേകം പാപികളെ മാനസാന്തര അനുഭവത്തിലേക്ക് കൊണ്ടുവന്നതായിട്ടും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ കുമാരന്റെ തിരുമുറിവുകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ അകറ്റിച്ചുറപ്പിക്കണമേ. മാലാഖമാരുടെയും പരിശുദ്ധ മാതാവിൻ്റെയുമെല്ലാം സാന്നിധ്യം പ്രത്യേകമായ വിധത്തിൽ അനുഭവിച്ചവരാണ് പഞ്ചക്ഷതധാരികളായ വിശുദ്ധർ. ഈശോയുടെ പീഠാനുഭവ രംഗങ്ങൾ നേരിൽ കാണുവാനും അവയുടെ തീവ്രത മനസ്സിലാക്കുവാനും ഭാഗ്യം ലഭിച്ചവരാണ് ഇക്കൂട്ടർ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ആദ്യമായി പഞ്ചക്ഷത അനുഭവം ഉണ്ടായപ്പോൾ വിശുദ്ധൻ്റെ അരികിലേക്ക് മാലാഖമാർ വന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന അനുഭവമുണ്ടായതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സിയന്നായിലെ വിശുദ്ധ കത്രീനയ്ക്ക് പലപ്പോഴും ഈശോയെയും മാതാവിനെയും കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ ജമ്മ ഗൽഗാനിക്ക് ആദ്യമായി പഞ്ചക്ഷതങ്ങളുടെ അനുഭവമുണ്ടായ സന്ദർഭത്തിൽ ഈശോയും മാതാവും പ്രത്യക്ഷപ്പെട്ടതായും അവർ സാക്ഷ്യപ്പെടുത്തുന്നു.
എല്ലാ സമയത്തും ജപമാല ചൊല്ലുമായിരുന്ന കടുത്ത മാതൃഭക്തനായ വിശുദ്ധ പാദ്രെ പിയോയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ശക്തമായിരുന്നു. ആശ്രമത്തിലായിരിക്കുമ്പോൾ, ഹാളുകളിലും ഗോവണി കയറുമ്പോഴും സങ്കീർത്തിയിലും ദേവാലയത്തിനകത്തും കുമ്പസാരക്കൂട്ടിലേക്ക് പോകുമ്പോഴും തിരികെ വരുമ്പോഴുമെല്ലാം വിശുദ്ധ പാദ്രെ പിയോ ജപമാല ചൊല്ലുമായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ സഹവൈദികർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചക്ഷത അനുഭവം ഉണ്ടാകുമ്പോൾ സുഗന്ധ അഭിഷേകവും അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ടുള്ളൊരു ദൈവിക അനുഭവമാണ് ഉണ്ടാകുന്നത്. കർത്താവിൻ്റെ തീവ്രമായ വേദനയിൽ പഞ്ചക്ഷതധാരികൾ പങ്കാളികളാകുമ്പോൾ ആ വേദനയുടെ കാഠിന്യം സ്വരത്തിലൂടെയോ കൈകാലുകൾ ചലിപ്പിച്ചോ അംഗവിക്ഷേപങ്ങൾ നടത്തിയോ അവരൊരിക്കലും കാണിക്കാറില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയമോ അസ്വസ്ഥതയോ ഭീകരതയോ നമുക്ക് തോന്നുകയില്ല. ദൈവികമായ ഒരു ഇടപെടൽ, കർത്താവിൻ്റെ രക്ഷാകര സഹനത്തെക്കുറിച്ചൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യും. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ വേളയിൽ പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനം നമുക്കൊന്ന് ഓർക്കാം. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെമ്പാടുമുള്ള നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യാതിരിക്കുക ഒരാത്മീയ സഹനം തന്നെയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 31-ാം അധ്യായം 10-ാമത്തെ വചനം. പാപം ചെയ്യുവാൻ സാഹചര്യമുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കുവാൻ സാഹചര്യമുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം നിലനിൽക്കും. അതെ, ഈ ശരീരം ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. റോമ 8:12 പറയുന്നു, ആകയാൽ സഹോദരരെ, നാം ജഡികമായി ജീവിക്കുവാൻ നാം ജഡത്തിന് ഇനിയും കടപ്പെട്ടവരല്ല. ഈ ശരീരത്തിലും ഈ ആത്മാവിലും നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിനുവേണ്ടി ഈ വലിയ സന്ദേശം തൻ്റെ ദൈവമക്കൾക്ക് നൽകുന്നതിന് വേണ്ടി ദൈവം തൻ്റെ 5 മുറിവുകൾ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകിക്കൊണ്ട് ഈ വലിയ സന്ദേശം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. നാം ഇനി പാപത്തിന് അടിമയാകരുത്. ഈ ശരീരത്തിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. വിശുദ്ധിയിൽ ശരീരത്തെ സൂക്ഷിക്കുകയും ഈശോയുടെ പീഡാസഹനത്തിൻ്റെ അടയാളങ്ങളായ തിരുമുറിവുകൾ ഏറ്റെടുക്കുകയും ചെയ്തവരുടെ ശരീരങ്ങളെ അവിടുന്ന് മഹത്വപ്പെടുത്തുന്നത് നമുക്ക് കാണാനാകും. പഞ്ചക്ഷതധാരികളായി ജീവിച്ചവർ മരണമടഞ്ഞാലും അവരുടെ ശരീരം അഴുകാതെ ദൈവമഹത്വത്തിന് കാരണമായിത്തീരുന്നു. കാസിയായിലെ വിശുദ്ധ റീത്ത, മാൻതുവായിലെ വിശുദ്ധ ഓസന്ന, റിച്ചിയിലെ വിശുദ്ധ കത്രീന, പാസിയിലെ വിശുദ്ധ മേരി മഗ്ദലേന, വിശുദ്ധ പാദ്രെ പിയോ തുടങ്ങിയവരുടെ അഴുകാത്ത മൃതശരീരങ്ങൾ ഇന്നും പൂജ്യമായി സൂക്ഷിക്കുന്നു. സഭയിൽ 300-ലധികം പഞ്ചക്ഷതധാരികൾ ഉണ്ടായിട്ടുണ്ട്. ഇവരിൽ 60-ലധികം പേരെ സഭ വിശുദ്ധരോ വാഴ്ത്തപ്പെട്ടവരോ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ പഞ്ചക്ഷതധാരികളെയും ഇവിടെ പരാമർശിക്കുക എന്നത് പ്രായോഗികമല്ല. അതുകൊണ്ടുതന്നെ ഈ പീഠാനുഭവ വാരത്തിൽ ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ അമൂർത്തമായ അടയാളങ്ങളായ പഞ്ചക്ഷതങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനുമുള്ള ഒരു സാധ്യത തുറന്നുവയ്ക്കുക മാത്രമാണ് കുരിശിൻ്റെ വിശുദ്ധർ എന്ന ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിച്ചത് എന്ന് വിനയപൂർവം പറഞ്ഞുവെക്കട്ടെ.
പഞ്ചക്ഷതധാരികളിൽ പൊതുവെ കാണുന്ന പ്രത്യേകതയാണ് ലൗകിക സുഖങ്ങളോടുള്ള വിരക്തി. വിശേഷിച്ചും ലഘുവായ ഭക്ഷണം മാത്രമാണ് ഇവർ കഴിച്ചിരുന്നത്. ഒരു കൊച്ചു കുഞ്ഞ് കഴിക്കുന്ന അത്രയും ആഹാരം മാത്രമേ വിശുദ്ധ പാദ്രെ പിയോ ഓരോ ദിവസവും കഴിച്ചിരുന്നുള്ളൂ. Padre mio, non lasciarmi sola. Non lasciarmi sola. ഭക്ഷണത്തേക്കാൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ ഇത്തരക്കാർ താൽപ്പര്യം കാണിച്ചു. ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങൾ പോലും വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ചവരും പഞ്ചക്ഷതധാരികളിൽ ഉണ്ട്. 12 വർഷത്തോളം പരിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ച വ്യക്തിയാണ് 18-ാം നൂറ്റാണ്ടിലെ പഞ്ചക്ഷതധാരിയായ അന്ന കാതറിൻ എമിരിച്ച്. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും 5 തിരുമുറകളെക്കുറിച്ചുള്ള ധ്യാനം ഈ നോയമ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ മാത്രമായിട്ട് ഒതുക്കി നിർത്തരുതേ. തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും കർത്താവിൻ്റെ 5 തിരുമുറകളെക്കുറിച്ചുള്ള ധ്യാനവും കുരിശിൻ്റെ വഴിയും സഹനത്തെ രക്ഷാകര സഹനമാക്കി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി സമർപ്പിക്കാനുള്ള തീവ്രമായ ആഗ്രഹവും നമ്മിലെന്നും നിലനിൽക്കട്ടെ. അങ്ങനെ കർത്താവിൻ്റെ പുതിയ വ്യക്തികളായി നല്ല അനുഭവമുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം സമർത്ഥമായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണി തറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കൽപ്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ കുമാരന്റെ തിരുമുറിവുകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ അലിപ്പിച്ചുറപ്പിക്കണമേ.